എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ഇൻ ഹാർമണി ആക്ടിവിറ്റി 12 ആക്ടിവിറ്റി 12 മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളതാണ്. ഒപ്പം സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ ആക്ടിവിറ്റി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒബ്സർവ് ദി പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഇവിടെ ഒരു 8ഓളം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 8ഓളം ചിത്രങ്ങൾ നല്ല രീതിയിൽ നിരീക്ഷിക്കുക. ഇങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആ ചിത്രങ്ങളുടെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഞാനൊരു മോഡൽ മാത്രമാണ് തരുന്നത്. എന്ത് ചെയ്യുക, നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ആ ചിത്രങ്ങളിൽ ഓരോന്നിൻ്റെയും കഥയൊക്കെ ഒന്ന് പറയിപ്പിച്ച് നോക്കുക. ചെറിയ ചെറിയ വേർഡ്സിൽ കുട്ടികളെ എഴുതിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ആ കഥയൊന്ന് വായിക്കാം. കഥയ്ക്ക് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് ദ ഡ്രീം ഗാർഡൻ എന്നാണ്. One bright morning, a rabbit was sitting under a bush, dreaming about beautiful garden full of flowers, butterflies, and green plants. He thought, what if make this dry land beautiful? ഒരു ദിവസം രാവിലെ നമ്മുടെ റാബിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ റാബിറ്റിന് പെട്ടെന്ന് ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടാക്കിയാൽ എന്താ എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ ഈ ഒരു സ്ഥലം തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കാമെന്ന് ആര് തീരുമാനിച്ചു? റാബിറ്റ് തീരുമാനിച്ചു. The rabbit quickly called his friends, a mouse, a crow, an elephant, and a cow, and shared his idea. Let's plant some seeds and grow our own garden, he said with excitement. All of his friends agreed happily. നോക്കിയ റാബിറ്റ് എന്ത് ചെയ്തു? റാബിറ്റിന്റെ കൂട്ടുകാരായ എലി, കാക്ക, മാന, പശു എന്നിവരെ വിളിച്ചു. എന്നിട്ട് നമ്മുടെ റാബിറ്റിന്റെ ഐഡിയ പറഞ്ഞു. എല്ലാവരും അത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സമ്മതിച്ചു. The mouse started digging small holes in the soil. എലി എന്ത് ചെയ്തു? ചെറിയ കുഴികൾ ഉണ്ടാക്കി. The crow brought seeds and dropped them carefully into the holes. കാക്ക എന്ത് ചെയ്തു? വിത്തുകൾ കൊണ്ടുവന്നു. വിത്തുകൾ ആ ഒരു ഇതിലേക്ക് ഇട്ടു. The elephant used his long trunk to water the soil. എന്ത് ചെയ്തു? എലിഫന്റ് വെള്ളം നനയ്ക്കാനായിട്ട് അതിന്റെ നീണ്ട ഇത് ഉപയോഗിച്ചു. The cow brought manure to make the plant strong and healthy. ഈ ഒരു പശു എന്ത് ചെയ്തു? പശു ഈ പ്ലാന്റ്സിനെ സ്ട്രോങ്ങും ഹെൽത്തിയും ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളമൊക്കെ കൊണ്ടിട്ടു. ഡേ ബൈ ഡേ ദ സീഡ്സ് സ്പ്രൗട്ടഡ്. വിത്ത് മുളയ്ക്കാൻ തുടങ്ങി. സ്മോൾ ഗ്രീൻ പ്ലാന്റ്സ് ഗ്രോ. എന്തായി? സ്മോൾ ഗ്രീൻ പ്ലാന്റ്സ് മെല്ലെ വളരാൻ തുടങ്ങി. ആൻഡ് സൂൺ കളർ ഫ്ലവേഴ്സ് ബ്ലൂംഡ് എവരിവെയർ. എല്ലായിടത്തും എന്ത് ചെയ്തു? നല്ല നിറങ്ങളോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യാൻ തുടങ്ങി. ബട്ടർഫ്ലൈസ് ഫ്ലട്ടേഡ് ഓവർ ദ ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? ആ പൂക്കളുടെ ചുറ്റും ചുറ്റുവാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ദ ഗാർഡൻ ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ലീവ്ലി. ഗാർഡൻ എന്ത് ചെയ്തു? നല്ല ഫ്രഷ് ആയിട്ടും ലൈവ്ലി ആയിട്ടും തോന്നി. ദ റാബിറ്റ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡാൻസ്ഡ് വിത്ത് ജോയ്. ദർ ഡ്രീം ഹാഡ് കം ട്രൂ. റാബിറ്റും അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സും എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടെ അവരൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കഥ ഞാൻ എൻ്റെ ഒരു വേർഷൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു റെഫറൻസ് മാത്രമായി എടുക്കുക. കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് എഴുതിക്കാൻ തന്നെ എല്ലാ രക്ഷിതാക്കളും ശ്രമിക്കുക. നല്ല രീതിയിൽ കുട്ടിക്ക് ചിത്രങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് എന്താക്കുക? കാണിച്ചു കൊടുത്തുകൊണ്ട് മാത്രം അതിൽ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.